യെസ്, തീപാറും മണ്ഡലം അങ്ങനെ യാത്ര ചെയ്ത് ഒരു തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് പേരാവൂർ മണ്ഡലത്തിൽ. അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് നൗഫലും ദിവ്യയും പങ്കുവയ്ക്കുന്നത്. നൗഫൽ ആൻഡ് ദിവ്യ, നമുക്കറിയാം വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ മത്സരം തീപാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തൊക്കെയാണ് മണ്ഡലത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ? കെ ശൈലജ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ലഭ്യമായിട്ടുണ്ടോ? പോരാട്ടം തന്നെയാണ് ഇവിടെ പേരാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായും ജിൽസി പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം തന്നെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂരിലെ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം നൗഫൽ ഇവിടെ ടീച്ചർ അതെ മട്ടന്നൂർ വിട്ട് പേരാവൂരിലേക്ക് വീണ്ടും ജനവിധി തേടാൻ എത്തുന്നു എന്നതാണ്. ശൈലജ ടീച്ചർ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ. രാവിലെ തിരക്കായിരിക്കും എന്നറിയാം. നല്ല തിരക്ക്. പേരാവൂരിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. പേരാവൂരിലേക്ക് ടീച്ചറെ, മട്ടന്നൂർ വിട്ട് പേരാവൂരിലേക്ക് വീണ്ടും ജനവിധി തേടി എത്തുകയാണ്. അപ്പോ എങ്ങനെയുണ്ടാവും പേരാവൂരിന്റെ ജനമനസ്? പേരാവൂർ എന്റെ ജന്മനാടാണ്. പേരാവൂരിൽപ്പെട്ട ഇരിട്ടിക്കടുത്ത് മാടത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാവുന്നതുവരെയും കല്യാണം കഴിയുന്നതുവരെയും ഞാൻ താമസിച്ച നാടാണത്. മാത്രമല്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അരങ്ങേറ്റമെന്ന് തന്നെ പറയാം. അതെല്ലാം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ്. ആ പ്രദേശത്തിന്റെ മട്ടന്നൂർ, അന്ന് ഞങ്ങളുടെ മട്ടന്നൂർ ഏരിയ ആയിരുന്നു. അന്ന് മട്ടന്നൂർ ഏരിയ എന്ന് പറയുന്ന അഭിഭക്ത, ഇരിട്ടി, ഈ പ്രദേശം അടക്കം ഉൾപ്പെടുന്ന മട്ടന്നൂരടക്കം ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഞാൻ CPM-ന്റെ പ്രവർത്തനം തുടക്കത്തിൽ നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും മട്ടന്നൂർ പോലെ തന്നെ സുപരിചിതമായ ആത്മബന്ധം. മട്ടന്നൂർ മത്സരിച്ചിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, കൂത്തുപറമ്പ് MLA ആയിട്ടുണ്ട്, പേരാവൂർ MLA ആയിരുന്നു. ഈ മണ്ഡലത്തിൽ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടം? എല്ലാ മണ്ഡലങ്ങളും എനിക്കിഷ്ടമാണ്. കാരണം അതെ അതായത് ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കും മണ്ഡലത്തിന്റെ വികസനത്തിനും വേണ്ടി ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് എവിടെയായാലും, ഇനിയിപ്പം വേറെ ദൂരെ എവിടെയായാലും ഒരു നിയോജക മണ്ഡലത്തിലെ MLA ആകുമ്പോൾ നമ്മൾ ഉടനെ അവരിൽ ഒരാളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അതിനൊന്നും പ്രത്യേകതയില്ല. ഈ 60,000 വോട്ടിന്റെ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ടീച്ചർ ജയിച്ചത്, മട്ടന്നൂർ ജയിച്ചത്. ഇത്തവണ ആ മണ്ഡലം വിട്ടിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് വരികയാണ് എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് താങ്കൾക്ക് തോൽപ്പിക്കാനുള്ളത്, KPCC പ്രസിഡന്റിനെ. ഈ വലിയ ഉദ്യമം താങ്കളെ തന്നെ ഏൽപ്പിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതൊക്കെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും നല്ല ഒരു പ്രവർത്തനം. എന്നെ തന്നെ ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം 2 ടേം തുടർച്ചയായി മത്സരിച്ചവർ നല്ല ഉറച്ച സീറ്റിലാണെങ്കിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ പോളിസി. അതനുസരിച്ച് ഞാൻ തുടർച്ചയായി 2 തവണ ഇപ്പം MLA ആയതാണ്. അപ്പോൾ ഞാൻ മത്സരിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ. പക്ഷെ പാർട്ടി എന്നോട് പറഞ്ഞു ടീച്ചറും കൂടി ഉണ്ടാവണം ഈ പാനലിൽ. ടീച്ചർ പേരാവൂർ മത്സരിച്ച് പേരാവൂർ സീറ്റ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു. പാർട്ടി അങ്ങനെ എന്നെ ഏൽപ്പിക്കുന്നത് തന്നെ അഭിമാനകരമായി. തുടക്കത്തിലെ ടീച്ചർക്ക് അക്കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വാർത്തകളൊന്നും. ഇതൊക്കെ മാധ്യമങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ലേ? ആരെങ്കിലും എന്നോട് ചോദിച്ചോ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? താല്പര്യത്തിനൊന്നും ഇവിടെ ഘടകമില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഇന്ന മണ്ഡലത്തിൽ ആരാവണം സ്ഥാനാർത്ഥി, നിരവധി ചർച്ചകൾ നടക്കും. എല്ലാം കൂടി ചേർന്ന് ഏറ്റവും പറ്റിയൊരു സ്ഥാനാർത്ഥി ഞങ്ങൾ ഓരോ മണ്ഡലത്തിൽ നിശ്ചയിക്കുകയാണ്. ഒരു തവണ ഈ മണ്ഡലം താങ്കൾ പിടിച്ചെടുത്തതാണ്, പക്ഷേ ഈ മണ്ഡലം താങ്കളിൽ നിന്ന് കൈവിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഇത് രണ്ടും 2 മണ്ഡലമാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ മണ്ഡലവും നമ്മുടെ LDF-ന് നല്ല ടഫായിട്ടുള്ള സീറ്റായിരുന്നു. കുറേ കാലമായിട്ട് നൂർദി സാഹിബ് ജയിച്ചു വന്നതാണ്. ഞാൻ മത്സരിക്കുമ്പോഴേക്കും AD മുസ്തഫ സാറായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ് കോൺഗ്രസിനകത്ത്. ഇന്നത്തെ KPCC പ്രസിഡന്റിനെ എല്ലാം പോലെ തന്നെ ഒരു വളരെ വരുന്ന നേതാവാണ്. അദ്ദേഹത്തോടാണ് ഞാൻ മത്സരിക്കുന്നത്. പാർട്ടി എന്നെ നിയോഗിച്ചതും ആ മണ്ഡലം മത്സരിച്ച് പിടിച്ചെടുക്കാനാണ്. അന്ന് ഞാൻ ഇതുപോലെ മുൻ മന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മത്സരം കാഴ്ചവെച്ചു, എന്റെ നാട്ടുകാരനെ വിജയിപ്പിച്ചു. ഞാൻ AD മുസ്തഫ സാറിനെ പരാജയപ്പെട്ടു. 21 ടീച്ചറെ 3000-ഓളം ഭൂരിപക്ഷമേ ഉള്ളൂ സണ്ണി ജോസഫിന്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഇത്തവണ മറികടക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? UDF തരംഗം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. UDF തരംഗമൊന്നും കേരളത്തിൽ എവിടെയും കാണാനില്ലല്ലോ. നിങ്ങൾക്ക് മീഡിയക്ക് തന്നെ എഴുതാൻ പറ്റിയില്ലല്ലോ. ഒരുമാതിരി പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം UDF തരംഗം എന്ന് പറയുമായിരുന്നില്ലേ? ഞങ്ങൾക്കെതിരാണല്ലോ പലപ്പോഴും പൊതുവായിട്ടുള്ള വലിയ വൻകിട മീഡിയ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ആരും പറഞ്ഞിരുന്നില്ല. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പറഞ്ഞിരുന്നു UDF-ന് അനുകൂലമാണ് സ്ഥിതി എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊരു പ്രത്യേക പാറ്റേൺ ആണ്, വോട്ടിംഗ് പാറ്റേൺ ആണ്. 2019 ഒരു സീറ്റ് LDF-ന് കിട്ടിയിരുന്നുള്ളൂ, ഓർമ്മയില്ലേ? 2021 99 സീറ്റ് അസംബ്ലിയിൽ നേടിക്കൊണ്ട് ഇടതുപക്ഷം വരികയാണ് ഉണ്ടായത്. അതുപോലെ 2024 ഒരു സീറ്റേ പാർലമെന്റിലുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കിട്ടിയത് അതുകൊണ്ടാണ് ഞങ്ങൾ 100-ലേറെ സീറ്റ്. UDF-നെതിരെ ഇത്തവണ സാധാരണ ഉന്നയിക്കാറുണ്ട്,
ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല, ഒറ്റ പേര് കാണിക്കാനില്ല എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. CPM-ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ പേര് തന്നെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ വനിതാ മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് ശൈലജ ടീച്ചറുടെ പേര് കൂടി വരുന്നുണ്ട്. അതിനെ കൂടി എങ്ങനെ കാണുന്നു? അതെ, ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയെ നയിക്കുന്ന നേതാവുമായിട്ടുള്ള സഖാവ് പിണറായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഞങ്ങൾ ആരും മുഖ്യമന്ത്രി എന്നൊന്നും പറയാറില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെല്ലാം തീരുമാനിക്കുക. അതുപോലെ പ്രധാനമാണ് ഇന്ന് ഞങ്ങൾ നയിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വെറ്ററൻ ലീഡറായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് സഖാവ് പിണറായിയാണ്. ഞങ്ങൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലാണ്. അതിന് ഞങ്ങളിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് പിണറായിയുടെ ലീഡർഷിപ്പിൽ ഈ മത്സരം നടക്കണമെന്നാണ് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. മറ്റത് സാങ്കേതികമാണ്. ഇത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരാണ് മുഖ്യമന്ത്രി ആരാണ് മന്ത്രി എന്നൊക്കെ തീരുമാനിക്കും എന്നുള്ളത് തികച്ചും സാങ്കേതിക പ്രശ്നമാണ്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ എങ്കിലും ടീച്ചർ വനിതാ മുഖ്യമന്ത്രിയായേക്കും ആകുമെന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതൊക്കെ മാധ്യമങ്ങൾ പറയുന്നതല്ലേ. ഞാൻ ഒരിക്കലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. മത്സരിച്ച് ജയിച്ച MLA ആയാൽ ആ MLA-യുടെ ഉത്തരവാദിത്വം നിർവഹിക്കും. പാർട്ടി പ്രവർത്തനത്തിനാണ് പാർട്ടി ചുമതലപ്പെടുന്നതെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കും. അതിൽ പരം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് മെനഞ്ഞെടുക്കാനൊന്നും സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായും UDF ഉന്നയിക്കുന്ന ഒരു ആരോപണം CPM BJP ഡീൽ എന്നുള്ളതാണ്. അത് തുടർച്ചയായി അവർ ഉന്നയിക്കുന്നു. 10 മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ UDF-ന്റെ റാലി കോഴിക്കോട് നടക്കുകയുണ്ടായി. അവിടെ ദേശീയ നേതാക്കൾ NDA മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന ദേശീയ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഓൺലൈനായി അങ്ങനെ തുടർച്ചയായി അവർ നേരത്തേതിൽ നിന്നും കൂടുതലായി ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതെ, എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ പറയുന്നതാണ്. വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ വോട്ടിന്റെ കൂടെ BJP-യുടെ വോട്ട് ചേർന്നിട്ടുണ്ടെന്ന്? സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾക്കും പറയാൻ കഴിയാത്തതാണ്. പക്ഷേ എന്താണ് അവരങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അതുണ്ടായിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനത്തിനും അറിയാം. പക്ഷെ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-ന് കഴിഞ്ഞില്ലേ? UDF എന്തെല്ലാം അത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നു. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ. നിങ്ങൾ മീഡിയകളാണെങ്കിൽ ആ പറഞ്ഞതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നറിയാതെ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. സാധാരണ ഈ SDPI ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായി നിങ്ങളുടെ ക്യാമ്പയിനുകളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ അത്തരം ആരോപണങ്ങൾ വല്ലാതെ വരുന്നില്ല. അതിനെന്തെങ്കിലും പ്രത്യേക തീരുമാനമുണ്ടോ? ഞാനറിയാൻ യാതൊരു തീരുമാനവും ഇല്ല. നിങ്ങൾ ഈ ക്യാമ്പയിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ പോളിസിയും ഒക്കെ വളരെ വ്യക്തമാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും ഒരുപോലെയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം വേറെ വേറെ തീരുമാനങ്ങൾ എടുക്കുന്നവരല്ല ഇടതുപക്ഷം. SDPI കുറിച്ചുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തോടാണ് താല്പര്യം, ഇടതുപക്ഷത്തിനോടാണ് അവർ കൂടുതൽ അടുത്തിരിക്കുന്നത്. UDF-നോട് ഇത്തവണ അവർ സലാം ചൊല്ലി എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇതൊന്നും കേട്ടിട്ടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതേക്കുറിച്ച് ഞാനൊന്നും കേട്ടിട്ടില്ല. അതായത് മഞ്ചേശ്വരത്ത് SDPI ഒരു സ്ഥാനാർത്ഥി വെച്ചതിന്റെ പേരിലാണ് വലിയ വിവാദം ഇപ്പോൾ നടക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPI-യുടെ സ്ഥാനാർത്ഥി വെച്ചതുകൊണ്ട് UDF-ന്റെ വോട്ടുകൾ കുറയുകയും അല്ലെങ്കിൽ LDF-ന്റെ വോട്ടുകളൊക്കെ കുറയുകയും BJP ജയിക്കാനുള്ള സാധ്യതയും അവിടെ രാഷ്ട്രീയ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ചോദിച്ചത്. അതെ, ഞാനിപ്പോ ഒരു കുറച്ചു നാളായിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള തിരക്കിലാണല്ലോ. രാവിലെ മുതൽ അതിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടി എന്തൊക്കെ അതിന്റെ ഒരു അനാലിസിസ് എന്റെ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ ആരാന്ന് എനിക്കറിയാം. ബാക്കിയുള്ളതിനെ കുറിച്ച് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താൻ എനിക്കിപ്പോൾ സമയം കിട്ടിയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്കത് പറ്റും. ചോദ്യം കൂടി, അതായത് ഈ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതാണ്. അപ്പോൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര വോട്ടിന് വിജയിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ പണി വാളുമോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അത് ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് ഇതുവരെയുള്ള ക്യാമ്പയിനിൽ എന്താണ് ബോധ്യപ്പെട്ടത്? വളരെ നല്ല ആത്മവിശ്വാസമാണ് പേരാവൂരിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ ഞങ്ങളുടെ പൊതുപരിപാടികൾ ആരംഭിച്ചു. വലിയ തോതിൽ സാധാരണയായിട്ട് എല്ലാവരും നമ്മൾ പറയല്ലോ യൂത്തിന്റെ പങ്കാളിത്തം ഇത് എവിടെയായാലും കുറവായിരിക്കുന്നുള്ളൂ. വലിയ തോതിൽ യുവാക്കളുടെ പങ്കാളിത്തം ഇന്നലെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇത്തവണ പേരാവൂർ ജയിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. എന്റെ നാട്ടിലെ ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് നൽകിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയം. ടീച്ചർ വീണ്ടും LDF തന്നെയാണ് ഭരണത്തിലേറിയാണെങ്കിൽ ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് കാറിൽ ടീച്ചർ കാണാം. അല്ല, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ എന്നുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരും. ബാക്കി കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഞങ്ങൾ അതിന് ശേഷം തീരുമാനിക്കുള്ളൂ. എന്തായാലും ദിവ്യ, അല്ല ഇപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പരാതികളൊക്കെ ഉയർന്നു വരികയാണല്ലോ. ആരോഗ്യമന്ത്രി ആയിരുന്ന നിലയ്ക്ക് ടീച്ചർക്ക് എന്താണ്? അതെല്ലാ കാലത്തും എല്ലാ വകുപ്പിനെതിരെയും പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കില്ലേ.
ആരോപണങ്ങളാണ് പരാതികൾ ഒരുപാട് വരുന്നില്ല ടീച്ചർ? അങ്ങനെ ഒരുപാടെന്ന് തിരഞ്ഞെടുത്ത് നോക്കിയാൽ എല്ലാ കാലത്തും പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരും. ശരി, ടീച്ചറുടെ ആ ജനകീയതയ്ക്ക് വലിയൊരു സ്ഥാനം വഹിച്ചത് ആരോഗ്യ വകുപ്പ് തന്നെയായിരുന്നല്ലോ അല്ലേ? അല്ല, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. വേറെ ഏതെങ്കിലും വകുപ്പാണെങ്കിൽ ആ വകുപ്പിലും നന്നായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതാണ്. ശരി, എന്തായാലും തിരക്കാണെന്ന് അറിയാം. നന്ദി. പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ കടുകട്ടിയാണ്. കാരണം കെ ശൈലജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെയുണ്ട്. തോൽപ്പിക്കേണ്ടത് KPCC പ്രസിഡന്റിനെ തന്നെയാണ്. വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അത് സധൈര്യം മുന്നോട്ട് പോവുകയാണ് ടീച്ചർ.